Finally, Flipkart നമ്മുടെ ബിഗ് ബാങ് ദിവാലി സെയിലിന്റെ ഏർലി ആക്സസ് ലൈവ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് ബാങ് ദിവാലി സെയിലിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ ഏതൊക്കെയാണ്. എന്തായാലും ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ചില പ്രോഡക്റ്റുകൾക്ക് ഉണ്ടായിരുന്ന റേറ്റിനേക്കാളും വില ഇവിടെ അങ്ങോട്ട് ആ ഒരു ബിഗ് ബാങ് ദിവാലി സെയിലിൽ കുറഞ്ഞിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽമി ബഡ്സ് T310 കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2199 രൂപയായിരുന്നു നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിലെങ്കിൽ ഈ ഒരു ബിഗ് ദിവാലി സെയിലിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് 1990 മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. സോ ഉടനെ തന്നെ ഞാൻ അത് ഏതാണെന്ന് പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്നുള്ളൊരു വേറെ ഒരു സംശയമില്ല. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിംഗ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ എന്നുള്ളൂ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് അവിടെ ഞാൻ തരുന്നതാണ്. കൂടാതെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാഷ് ട്രാപ്പുകൾ സഹിതമുണ്ട്. മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് ഞാനതും നിങ്ങൾക്ക് അവിടെ തരുന്നതാണ്. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. എന്നാൽ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് തന്നെയായിരിക്കും നമ്മുടെ ഡയറക്റ്റ് സ്റ്റോറിലൂടെ തരുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ നമ്മുടെ ബിഗ് ബാങ് ദിവാലി സെയിലിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2299 രൂപയ്ക്ക് ബിഗ് ബില്യൺ ഡേയ്സിലുണ്ടായിരുന്ന ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ 1999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് 2. എന്തായാലും ഇവിടേക്ക് എടുത്ത് പറയേണ്ടത് നിങ്ങളൊരു പ്ലസ് ഓർ ബ്ലാക്ക് മെമ്പർ ആണെങ്കിൽ 50 സൂപ്പർ കോയിൻ ആണെങ്കിൽ ഡബിൾ ആയിട്ടായിരിക്കും നമുക്ക് റെഡീം ആവുന്നത്. സോ 1899 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാൻ സാധിക്കും. 48 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അൾട്രാ ബേസ് ടെക്നോളജി 2.0, 50 hours ടോട്ടൽ പ്ലേ ടൈം ഒക്കെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട കുറച്ച് സവിശേഷത എന്ന് പറഞ്ഞത്. CMFന്റെ അല്ലെങ്കിൽ ആ ഒരു നത്തിങ്ങിന്റെ ചെറിയ ഡ്രോബാക്ക് ആയിട്ട് പലരും പറയുന്നത് വെച്ചാൽ ഈ ഡയറക്റ്റ് സർവീസ് സെന്റർ ഇല്ലാത്ത ആൾക്കാരുടെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കേസിന് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും അവർ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതർവൈസ് ഉറപ്പായിട്ടും സ്പെക് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു വാറണ്ടി ക്ലെയിം ചെയ്തത് നമ്മളിപ്പോൾ അവിടെ സർവീസ് സെന്ററിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് വാറണ്ടിക്ക് വേണ്ടി അവരുടെ സർവീസ് സെന്ററിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ടുണ്ട്. കാരണം പുതുതായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് 1999 അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു CMF ബഡ്സ് 2 എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്സ് 2A 1690 BBDയിൽ എത്രയായിരുന്നു അതിന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. കൂടാതെ ബഡ്സ് 2 പ്ലസ് 2599. ഈ ബഡ്സ് 2ഉം 2 പ്ലസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2ൽ ആക്ച്വലി LDAC ഇല്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു LDAC കോഡൊക്കെ ഉണ്ട്, അത് മാത്രമാണ്. സോ LDAC കോഡൊക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു 2 മേടിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നത് 2000 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ നമുക്ക് മേടിച്ചാൽ അടിപൊളി വർത്ത് ബൈങ് ആണ് ആക്ച്വലി ബഡ്സ് 2. സോ ഈ ഒരു ബഡ്സ് 2 പ്ലസ് ഒന്നും മേടിക്കാൻ നിൽക്കണ്ട. ഇനിയല്ല നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട്, അതായത് ബഡ്ജറ്റ് ഇപ്പോൾ 3000 രൂപ വരെ നീട്ടാമെങ്കിൽ മാത്രം ഈ ഒരു ബഡ്സ് 2 പ്ലസ് മേടിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളേ. കൂടാതെ നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് ഉണ്ടല്ലോ, ആദ്യം ഇറങ്ങിയ പ്രോഡക്റ്റ്, എന്നാൽ അതിന് 2299 എന്നുള്ള ഒരു റേറ്റ് കിടക്കുവാണ്. അത് നിങ്ങൾ മേടിക്കേണ്ടെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അതേപോലെ തന്നെ Pro 2 3199 രൂപയ്ക്കും മേടിക്കാൻ സാധിക്കുക. ഇനി നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ വിഷമകരമായിട്ടുള്ള കാരണം വെച്ചാൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ T200 ലൈറ്റിന് 999 രൂപ മാത്രമായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 1149 എന്നുള്ളൊരു കുറച്ച് വില കൂട്ടിയിട്ടുണ്ട്. 150 രൂപ കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ടാണ് കാണാൻ സാധിക്കുക. അതിനൊരു റീസൺ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ചിലവഴിച്ച, അതായത് ഇയർബഡ്സ് കാറ്റഗറിയിൽ 1000 രൂപ കാറ്റഗറിയിൽ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സെയിലായത് ഈ ഒരു T200 ലൈറ്റ് ആയിരിക്കണം. കൂടാതെ 999 രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് റിയൽമിയുടെ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ T110 മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും T110യും 1000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഡീലാണ്, അതിൽ വേറൊരു സംശയമില്ല. എന്നാൽ T200 ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ 990 ആയിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. 1149 രൂപയ്ക്ക് നോർമലി നമുക്ക് T200 ലൈറ്റ് വന്നിട്ടില്ല. 1199 രൂപയാണ് ആ ഒരു നോർമൽ റേറ്റിൽ കാണാൻ സാധിക്കുക. സോ ഇതും ആ ഒരു കുറച്ച് ഓഫറിൽ തന്നെയാണ് കാണാൻ സാധിക്കുക. എന്നാൽ കുറച്ചുകൂടി വില കുറയേണ്ടതായിരുന്നു എന്നുള്ളൊരു ചെറിയ വിഷമം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും കുഴപ്പമില്ല. 1149 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ. 1299 ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ T200X 1199 കഴിഞ്ഞ ആ ഒരു BBD സെയിലിന്റെ ഓഫർ റേറ്റ് അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. 1199 നമ്മൾ T200X മേടിക്കണോ അല്ല T200 ലൈറ്റ് 1149 മേടിക്കണോ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഒരു 50 രൂപ കൂടി കൂട്ടിയിട്ട് 1199 നമ്മുടെ T200X തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് രണ്ടും തമ്മിൽ ആകെ ഇപ്പോൾ ഒരു 50 രൂപ
രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. നോർമലി ഓഫർ സമയങ്ങളിലാണെങ്കിലും നോർമൽ സമയങ്ങളിലാണെങ്കിലും 200 രൂപ ഡിഫറൻസ് കാണാൻ പറ്റും. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ 50 രൂപയുള്ളൂ. ഞാൻ അപ്പോഴൊക്കെ ഈ 200 രൂപ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ T200 ലൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ 50 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു 25 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയണം. കൂടാതെ അവിടെ കോട്ട് മൈക്കാണ്. T200 ലൈറ്റിൽ സിംഗിൾ ഡ്യുവൽ മൈക്കാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മുടെ T310 BBD ഉണ്ടായിരുന്ന പോലെ തന്നെ 1699 കാണാൻ സാധിക്കുക. Air7 2799 എത്തിയിട്ടുണ്ട്. T01 999 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ T200 LDAC കോഡൊക്കെയുള്ള ഈ റിയൽമിയുടെ ഒരു പ്രോഡക്റ്റ് 2000 രൂപയ്ക്കുള്ളിലുള്ള പ്രോഡക്റ്റ് 1599 രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ A7 Pro 4999 വില കുറഞ്ഞിട്ടില്ല, ആ സെയിം റേറ്റിൽ തന്നെ കിടക്കുവാണ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ റിയൽമിയിൽ കാണാൻ സാധിക്കുക. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ബഡ്സ് T200X നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ OnePlusലേക്ക് വരുവാണെങ്കിൽ നോട്ട് ബഡ്സ് 2R 1399 രൂപയ്ക്കും 3R 1599. BBDയിൽ എത്രയായിരുന്നോ അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. നോട്ട് ബഡ്സ് 3 ആണെങ്കിലും 1799 കാണാം. 3 Pro 2499. BBDയിൽ 2299 വന്ന പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വില കൂടിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് 3 3999 മേടിക്കാൻ സാധിക്കും. 4499 നോർമൽ റേറ്റ്. സോ നോർമലി എന്താ പറയുക ഇതുപോലെയൊക്കെ തന്നെയാണ്, ഒരു 3999 തന്നെയാണ് ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കുക. സോ ഭയങ്കര വലിയൊരു ഓഫറായിട്ട് പറയാൻ പറ്റില്ല. കൂടാതെ ബഡ്സ് 4 ഇവിടെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ കാണിക്കുന്നില്ല. ഇതിനകത്ത് എന്തായാലും ഫസ്റ്റ് പേജിൽ എന്തായാലും ഈ ഒരു ബഡ്സ് 4 കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് എടുത്ത് കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്ത നമ്മുടെ ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ക്ലാരിറ്റി 4 999 കഴിഞ്ഞ ഓഫറിലും അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. മസ്താങ് ഡർബി ആക്ച്വലി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 1299 ഇവരുടെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലും ഇതിനാണ് വന്നത്. 1299 കുഴപ്പമില്ല. ആ ഒരു മസ്താങ് ലോഗോ ഒക്കെ വേണമെങ്കിൽ മാത്രം മേടിക്കുക. അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ C40 Pro ഉണ്ടല്ലോ, ആ സെയിം സാധനമാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ 999 മേടിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തായാലും C40 നമുക്ക് നോക്കുകയാണെങ്കിൽ 799. അതുപോലെ തന്നെ മസ്താങ് ഡാഷ് 1299, K10 699, Y1 Pro 899, ബോൾട്ട് W45 799. അതേപോലെ തന്നെ C40 Pro എവിടെ കാണുന്നില്ലല്ലോ. ഓസ്ട്ര ഉണ്ട് 1099. നമ്മുടെ മസ്താങ് ടോർക്ക് എന്താണോ അത് തന്നെയാണ് ഓസ്ട്ര. സോ അത് മേടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഓൾറെഡി പറഞ്ഞു C40 Pro 999 തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബോട്ടിലേക്ക് വരുവാണെങ്കിൽ AirDops 313 ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 1199 മേടിക്കാൻ സാധിക്കും. AirDops Alpha 699 ഒരു ഹാഫിന്റെ TWS വേണമെങ്കിൽ മാത്രം ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുക. കൂടാതെ 161 or 163 799 രൂപയ്ക്ക്. സുപ്രീം വീണ്ടും നമ്മുടെ 999 റേറ്റിൽ വന്നിട്ടുണ്ട്. നോർമലി ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ 2 ദിവസം മാത്രം ഈ ഒരു 999 ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ വില അങ്ങോട്ട് 1099 മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും 999 എത്തിയിട്ടുണ്ട്. ഇതിന്റെ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറയുന്നത് വെയറിംഗ് കംഫർട്ട് ഇല്ല, പിന്നെ ചെറിയൊരു ബസ്സിംഗ് സൗണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബസ്സിംഗ് സൗണ്ട് ഉണ്ട്, പിന്നെ എനിക്ക് വെയറിംഗ് കംഫർട്ടിലും വലിയ പ്രശ്നം എനിക്കായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ചിലർക്ക് ചെറിയ ചെവികളുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നിർവാണ 1299 നമുക്ക് മേടിക്കാൻ സാധിക്കും. കഴിഞ്ഞ BBDയിൽ 1199 വരെ ഈ ഒരു പ്രോഡക്റ്റ് എത്തിയതാണ്. കൂടാതെ 161 പുതിയ മോഡൽ 799 തന്നെയാണ് കാണാൻ സാധിക്കുക. 111 V2 1099 ആണ് ആക്ച്വലി കുറച്ച് നാളുണ്ട് ഇപ്പോൾ നോർമൽ റേറ്റ്. 1079 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. കൂടാതെ AirDops 800 ഡോൾബി അറ്റ്മോസ് ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇൻബിൽറ്റ് ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ മൊബൈലിൽ അതില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഓൺ ആയി കഴിഞ്ഞാൽ ആ ഒരു സിനിമയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു സറൗണ്ട് സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ 1500 രൂപയ്ക്ക് നിങ്ങളൊരു സിനിമ പ്രേമിയാണ്, 24 മണിക്കൂറും സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അത് മേടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കൂടാതെ Ion ANC Pro നമുക്ക് 1999 മേടിക്കാം. 1799 നമ്മുടെ BBD സെയിലിൽ വന്നതാണ്. കൂടാതെ AirDops Alpha ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ 181 Pro 999 മേടിക്കാൻ സാധിക്കും. 1299 സംതിങ് ഒക്കെയാണ് അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ Ion ANC 1699 മേടിക്കാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു Ion ANC മേടിക്കുന്നതിനേക്കാളും 100% നല്ലതാണ് നമ്മുടെ റിയൽമി ബഡ്സ് T310 എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകാനേ പറഞ്ഞുള്ളൂ. കൂടാതെ നമ്മുടെ CMF ബഡ്സ് 2 ഉണ്ടല്ലോ, ബഡ്സ് 2A അതും നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി 1699. ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിർവാണ Ion ANC. ഇനി അതല്ല നിങ്ങൾക്ക് ബോട്ടിനൊരു പ്രോഡക്റ്റ് വേണം, ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ANC മേടിക്കേണ്ട ആവശ്യമില്ല, നിർവാണ Ion മേടിച്ചോളൂ. 1299 നല്ലൊരു ഡീല് തന്നെയാണ്. സോ ഇതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും ആ ഒരു AirDops Alpha Gen 2 നമുക്ക് 799. സോ ഇതുപോലെയൊക്കെ തന്നെയാണ് പല പ്രോഡക്റ്റുകൾക്കും ഇവിടെയും നമ്മുടെ ആ ഒരു ബോട്ടിലും കാണാൻ സാധിക്കുക. കൂടാതെ നോയ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും കുറേ അധികം പ്രോഡക്റ്റുകൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. നോയ്സ് എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 1500 ആയിക്കോട്ടെ 1000 ആയിക്കോട്ടെ റിയൽമിയും നമ്മുടെ CMF ഒക്കെ നല്ല ഡീലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നോയ്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇനി അല്ല നിങ്ങൾക്ക് നോയ്സ് വേണമെങ്കിൽ 102 Elite 1099 ഇതാണ് ആക്ച്വലി പൊതുവെ നോർമലി കാണുന്നത്. സോ അത് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ 102 നിങ്ങൾ മേടിക്കേണ്ട 799 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഉപയോഗിച്ചിട്ട് കൊള്ളൂല എന്നുള്ളൊരു ഫീൽ ആയിരുന്നു.
ആയിരുന്നു. അത് തന്നെ ആയിരിക്കാം മേ ബി ഇപ്പോഴും. സോ അത് ഞാൻ അങ്ങോട്ട് കൂടുതൽ സജസ്റ്റ് ചെയ്യത്തില്ല. കൂടാതെ യൂനോ ഉണ്ട് 1190. ആക്ച്വലി നോർമൽ റേറ്റ് ആണ്, ഒരു 990 വരേണ്ട സാധനമാണ്. അതായത് ഈ ഒരു നോയ്സിൽ അങ്ങനെ ഭയങ്കര വലിയ രീതിക്ക് ഒരു ഓഫറുകൾ കാണാൻ സാധിക്കുന്നത്. സോ അതങ്ങോട്ട് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത JBLലേക്ക് വരുവാണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റുകളാണ്, പ്രത്യേകിച്ച് വേവ് ബീം 2490 കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ ക്രീം കളർ നമുക്ക് 1990 മേടിക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെയൊക്കെ പ്രശ്നം JBL എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാറ്റി കഴിഞ്ഞാൽ സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാളും നല്ല പ്രോഡക്റ്റുകൾ വേറെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കൂടാതെ വേവ് ബീം 2 ഉണ്ട് 2990 മേടിക്കാൻ സാധിക്കും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള പ്രോഡക്റ്റ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് 2990 പ്രോഡക്റ്റ്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല പ്രോഡക്റ്റുകൾക്കും ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഈ ഒരു റേറ്റ് നമുക്ക് കാണാൻ പറ്റുക. കൂടാതെ വേവ് ബഡ്സ് 2 നമുക്ക് 2890. ഇതെല്ലാം കണ്ടോ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറവാണ്. 3.7 3.8 6 ഒക്കെ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറേ അധികം പ്രോഡക്റ്റുകൾ ഇപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ റിയൽമി CMF ഒക്കെ തന്നെ എന്താ പറയുക നമുക്ക് വർത്ത് ബൈങ് ആണ്. ഇതിനേക്കാളും വിലയും കുറവാണ്, സ്പെക് വൈസ് നല്ല എന്താ പറയുക പ്രോഡക്റ്റുകളുമാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു നമ്മുടെ ബിഗ് ബാങ് ദിവാലി സെയിലിൽ അല്ലെങ്കിൽ ആ ഒരു ദിവാലി ഓഫർ സെയിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ ഡീൽ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ഏത് മേടിക്കണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ റിയൽമി ബഡ്സ് T110, കൂടാതെ എയർഡോപ്സ് സുപ്രീം നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഏതാണ് T200 ലൈറ്റ് നല്ലൊരു ഓപ്ഷനാണ്. T200Xും നല്ലൊരു ഓപ്ഷനാണ്. 1500 രൂപയ്ക്കുള്ളിൽ ഈ രണ്ട് ഓപ്ഷൻസും നല്ലതാണ്. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഓപ്പോയുടെ എൻകോ ബഡ്സ് 3 Pro. നോക്കട്ടെ ഇപ്പോൾ എത്ര രൂപയാണെന്ന് നോക്കട്ടെ. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 1490 മേടിക്കാൻ സാധിക്കും. 1690 നോർമൽ റേറ്റ് ആണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ അതിനേക്കാളും വില കൂടാൻ ചാൻസ് ഉണ്ട്. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിരുന്നു 1690 കേട്ടോ. എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റും നല്ലൊരു ഡീലാണ്. കോമ്പാക്ട് സൈസ് ആണ്. കൂടാതെ ഇതിന്റെ കേസ് കവർ, പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസ് കവറിന് വേണ്ടി ദീപ് സ്റ്റോർ ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിലും ദീപ് സ്റ്റോർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അൺബോക്സ് ചെയ്തതിനു ശേഷം അതായത് വീഡിയോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതങ്ങോട്ട് സെയിലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.